മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പ്രഭാതം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അളവറ്റ കാരുണ്യമാണ്, കരുതലാണ് ഓരോ പ്രഭാതവും നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. നമ്മുടെ ആയുസ്സിലേക്ക് ദൈവമായ കർത്താവ് ഒരു പുതിയ ദിനം കൂടി ചേർത്ത് നൽകുമ്പോൾ ദൈവ തിരുസന്നിധിയിൽ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവർ എന്ന നിലയിൽ നമുക്ക് ജീവിക്കുവാനുള്ള കൃപകൾക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ ദൈവമായ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ദിനത്തെയും ഈ ദിനത്തിലെ അനുദിന ജീവിത കാര്യാദികൾ പൂർണ്ണമായും കർത്താവിൻ്റെ അനന്ത കാരുണ്യത്തിൻ്റെ സ്നേഹത്തിന് മുമ്പാകെ ഭരമേൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊളിവും വ്യർത്ഥമത്രേ എന്ന വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, കരുണയാണ് നമ്മുടെ ജീവിത വഴികളെ അനുഗ്രഹമാക്കുന്നത്. ആ വലിയ കൃപയ്ക്കായി പ്രഭാതത്തിൽ ഒന്ന് ചേർന്ന് നമുക്ക് ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമാണ് ഈ പ്രഭാത വിരുന്ന് ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ് ഈ ശുശ്രൂഷ ഓരോ പ്രഭാതത്തിലും അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ഈ ശുശ്രൂഷയെയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഹോരാത്രം കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ പ്രേക്ഷിത മക്കളെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഇതിന് ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനങ്ങൾക്കായി പ്രാർത്ഥനാപൂർവം നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമുക്ക് സമർപ്പണം ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വചനം ഗ്രഹിക്കുവാനും സ്വീകരിക്കുവാനും തക്കവിധം നമ്മുടെ ഹൃദയ നിലങ്ങളെ ഒരുക്കി നൽകുന്നത്. ആ പരിശുദ്ധാത്മാവിനോട് ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന തിരുവചനങ്ങളെ ഹൃദയം തുറന്ന് സ്വീകരിക്കുവാനും ആ വചനങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ 100-60 മേനി ഫലം നൽകിക്കൊണ്ട് ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി നമുക്ക് എല്ലാ രാജ്യങ്ങളെയും രാജ്യത്തിൻ്റെ എല്ലാ രാഷ്ട്രത്തലവന്മാരെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകം വലിയ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന നാളുകളാണല്ലോ ഇത്. രാജ്യങ്ങൾ തമ്മിൽ, രാഷ്ട്രത്തലവന്മാർ തമ്മിൽ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സഹകരണത്തിൻ്റെതുമായ ഒരു അനുഭവം, ഒരു സമാധാനം ലോകത്തിൽ പുലരുവാൻ ദൈവമേ ഇടവരുത്തണമേ എന്ന് ഈ ദിനം പ്രത്യേക നിയോഗമായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ.
വിശുദ്ധ മത്തായി സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ദിനം നമ്മുടെ വിചിന്തനത്തിനായി ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്നത്. പ്രാർത്ഥനാപൂർവം തിരുവചനങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശം. ദിവസം 1 ദനാറ് വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. 3-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ, ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം. അവർ മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു. ഏകദേശം 11-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നതെന്ത്? ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തതുകൊണ്ട് എന്നവർ മറുപടി നൽകി. അവൻ പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ. വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു, ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക. 11-ാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ദനാറ് ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു, എന്നാൽ അവർക്കും ഓരോ ദനാറ് തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. അവസാനം വന്ന ഇവർ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ, എന്നിട്ടും പകലിൻ്റെ അധ്വാനം ചൂട് സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അവൻ അവരിൽ ഒരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്യുന്നില്ല. 1 ദനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത്? നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പൊയ്ക്കൊള്ളുക. അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കുവാനാണ് എനിക്കിഷ്ടം. എൻ്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? ഇപ്രകാരം പിമ്പന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകും. യേശുവിൽ പ്രിയമുള്ളവരെ, മത്തായി സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ ഈ തിരുവചനങ്ങൾ കേട്ടത്. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള യേശു അരുൾ ചെയ്ത ഉപമകളിലെ മനോഹരമായൊരു ഉപമയാണ് മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ പറഞ്ഞയക്കുന്ന ഈ ഉപമ. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ പറഞ്ഞയക്കുകയാണ്. ഏതാനും പേരെ 1-ാം മണിക്കൂറിൽ ജോലിക്ക് അയച്ചു. വീണ്ടും ആ ഉടമസ്ഥൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 3-ാം മണിക്കൂറിലും 6-ാം മണിക്കൂറിലൊക്കെ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ടപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി വേല ചെയ്യുവിൻ. 11-ാം മണിക്കൂറിൽ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അലസരായി ദിവസം മുഴുവൻ നിൽക്കുന്നവരെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ അലസരായി നിൽക്കുന്നത്? ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തത് കൊണ്ട് എന്നാണ് അവർ മറുപടി കൊടുത്തത്. 11-ാം മണിക്കൂറിൽ കണ്ടവരെ പോലും അവൻ വേലയ്ക്ക് മുന്തിരിത്തോട്ടത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ 12 മണിക്കൂർ ജോലി കഴിഞ്ഞു. തൻ്റെ കാര്യസ്ഥനോട് ഉടമസ്ഥൻ പറയുകയാണ്, 11-ാം മണിക്കൂറിൽ വന്നവർ മുതൽ 1-ാം മണിക്കൂറിൽ വന്നവർക്ക് വരെ നീ ഓരോ ദനാറ് വീതം പ്രതിഫലമായി നൽകുക. പ്രിയമുള്ളവരെ, 11-ാം മണിക്കൂറിൽ ജോലിക്ക് വന്നവർക്ക് 1 ദനാറ് കിട്ടിയപ്പോൾ അതിനു മുമ്പ് വേലയ്ക്ക് ഇറങ്ങിയവർ കണക്ക് കൂട്ടാൻ ആരംഭിച്ചു. അവർ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഏറ്റവും അവസാനം 11-ാം മണിക്കൂറിൽ വന്നവർ 1 മണിക്കൂറേ ജോലി ചെയ്തിട്ടുള്ളൂ. അവർക്ക് 1 ദനാറ് ലഭിച്ചെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ ലഭിക്കണം എന്ന ഒരു കണക്ക് കൂട്ടലുകളിലായിരുന്നു അവർ. പക്ഷേ അവർക്ക് ലഭിച്ചതും 1 ദനാറ് തന്നെ. ഉടനെ പെറുപെറുപ്പായി, അമർഷമായി, അസ്വസ്ഥതയായി ഉടമസ്ഥനെതിരെ അവർ പരാതിപ്പെടുന്ന സാഹചര്യം വരികയാണ്. പ്രിയമുള്ളവർ, ഇങ്ങനൊരു സന്ദർഭത്തിലാണ് വീട്ടുടമസ്ഥൻ തൻ്റെ യജമാനിലൂടെ അവരോട് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് പെറുപെറുക്കുന്നത്? 1 ദനാറയ്ക്കല്ലേ നിങ്ങൾ വേലയ്ക്ക് സമ്മതിച്ചിരുന്നത്? നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഏറ്റവും അവസാനം വന്നവർക്ക് വരെ 1 ദനാറ് കൊടുക്കാനാണ് എനിക്കിഷ്ടം. അതാണ് എൻ്റെ നീതി. എന്തിനാണ് നിങ്ങൾ പെറുപെറുക്കുന്നത്? ഞാൻ നല്ലവനായതുകൊണ്ട് നിങ്ങൾ എന്തിന് അസൂയപ്പെടുന്നു? പ്രിയമുള്ളവർ, ഈ ഉപമ നമുക്ക് നൽകുന്ന ഒരുപാട് ആത്മീയ പാഠങ്ങളുണ്ട്. തിരുസഭയുടെ ചെറിയ വേദോപദേശ പുസ്തകത്തിൽ പഠിപ്പിക്കുന്ന നമസ്കാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളതൊന്ന്
മൂലപാപങ്ങളും അവയ്ക്കെതിരായ പുണ്യങ്ങളുമാണ്. ഈ മൂലപാപങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണെന്ന് തിരുസഭ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾ ദുരിതമാകുന്നതിൻ്റെ പുറകിലെ കാരണം മൂലപാപങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ, അതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൂരെ അകറ്റുന്നതിൽ നമ്മൾ ബദ്ധശ്രദ്ധരല്ലാതെ പരാജയപ്പെടുന്നിടത്താണ്. ഒന്നാമത്തെ മൂലപാപമാണ് മോഹം. പ്രിയമുള്ളവരെ, ഈ മോഹമെന്ന മൂലപാപത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ ജീവിതം തന്നെ ദുരിതമായി മാറും. മോഹത്തെ അടക്കം എന്ന പുണ്യം കൊണ്ട് ക്രമപ്പെടുത്തണമെന്നാണ് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത്. മോഹത്തെ കീഴ്പ്പെടുത്താൻ നമ്മൾ അടക്കം ശീലിക്കണം, അടക്കം പരിശീലിക്കണം. ചില കുട്ടികളെ കാണുമ്പോൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, വളരുന്ന ചെറുപ്പക്കാരായ പെൺകുട്ടികളെ കാണുമ്പോൾ കാരണവന്മാർ, മുതിർന്നവർ പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ആ പെൺകുട്ടിക്ക് യാതൊരു അടക്കവുമില്ല. അവിടെ വസ്ത്രധാരണമായിരിക്കും, സംസാരമായിരിക്കും, മറ്റുള്ളവരോട് ഇടപഴകുന്ന രീതിയായിരിക്കും. ഇതൊക്കെ വിലയിരുത്തിയാണ് ഇങ്ങനെ പറയുക. ആ കുട്ടിക്ക് യാതൊരു അടക്കമില്ലല്ലോ, ഇവള് ജീവിതത്തിൽ എങ്ങനെയാകും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ന് പറയുന്ന അനുഭവം ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും. എന്തുകൊണ്ടാണ് നമ്മൾ ചിലരെ ഇങ്ങനെ വിലയിരുത്തുന്നത്? യാതൊരു അടക്കമില്ലല്ലോ. പ്രിയമുള്ളവരെ, പലപ്പോഴും ജീവിതത്തിൽ മോഹങ്ങളെ അടക്കം കൊണ്ട് കീഴ്പ്പെടുത്തി ജീവിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാകുക. നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പത്രമാധ്യമങ്ങളിലൂടെ അനുദിനം വരുന്ന വാർത്തകളെ പരിശോധിച്ച് നോക്ക്. കൊലപാതകങ്ങൾ, കുറ്റകൃത്യങ്ങൾ, ഇതിൻ്റെ ഒക്കെ പുറകിലുള്ള ചെതവികാരം എന്താണ്? ഇതിൻ്റെ ഒക്കെ പുറകിൽ മനുഷ്യൻ്റെ അതിർവരമ്പുകളില്ലാത്ത മോഹങ്ങൾ സൃഷ്ടിക്കുന്ന കുറ്റകൃത്യങ്ങളാണ് നമുക്ക് എല്ലാ ഇടങ്ങളിലും കാണാൻ സാധിക്കുക. ഒന്നുകിൽ പണത്തോടുള്ള മോഹം, ഒന്നുകിൽ ശരീരത്തിൻ്റെ തൃഷ്ണകളോടുള്ള മോഹം, ഇതുപോലെ മറ്റ് പലതിനോടുമുള്ള മോഹങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് മനുഷ്യൻ ഒരുപാട് തിന്മകളിലേക്ക്, കുറ്റകൃത്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത്. ഏതൊരു പാപത്തിൻ്റെ പിന്നാമ്പുറത്ത് നിയന്ത്രിക്കപ്പെടാത്ത മോഹം നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ഇതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ നമ്മോട് പറയുക, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഉപമ വെളിപ്പെടുത്തി തരുന്ന വലിയൊരു പാഠം ഇതാണ്. 1-ാം മണിക്കൂറിൽ വന്നവർ, അവർക്ക് അടങ്ങാത്ത മോഹം എന്താണ്? 11-ാം മണിക്കൂറിൽ വന്നവർക്ക് 1 ദനാറ് ലഭിച്ചെങ്കിൽ 12 മണിക്കൂർ ജോലി ചെയ്ത് ഞങ്ങൾക്ക് 12 ദനാറ് ലഭിക്കും. ആ ഒരു വലിയ മോഹത്തിന് അവരടിമപ്പെട്ടത് കൊണ്ടാണ് അവർക്കും 1 ദനാറ് ലഭിച്ചപ്പോൾ അവർക്ക് സന്തോഷം നഷ്ടപ്പെട്ടത്. പിറുപിറുപ്പിലേക്കും പരാതിയിലേക്കും അവർ കടന്നു ചെന്നത് അവരുടെ ജീവിതത്തിൽ അത് അസ്വസ്ഥതയ്ക്ക് കാരണമായി തീർന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. ഇതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ മോഹങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. അതിനെയാണ് ആത്മപരിത്യാഗം എന്ന് പറയുക. ക്രിസ്തീയ ജീവിതം പരിത്യാഗത്തിൻ്റെ ജീവിതമാണ്. അതുകൊണ്ടാണ് ഒരു ആണ്ടുവട്ടത്തിൽ പല തവണ നമുക്ക് നോമ്പുകളുള്ളത്. 50 നോമ്പുണ്ട്, 25 നോമ്പുണ്ട്, 8 നോമ്പുണ്ട്, 15 നോമ്പുണ്ട്, 3 നോമ്പുണ്ട്. ഈ നോമ്പുകളിലൊക്കെ സാരാംശം എന്താണ്? നമ്മുടെ തൃഷ്ണകളെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ മോഹങ്ങളെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കാൻ പരിശീലിക്കുക. പ്രിയമുള്ളവരെ, നോമ്പിൻ്റെ അർത്ഥം അനുദിനം വർദ്ധിച്ചാണ് വരുന്നത്. നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയണം. നോമ്പിന് വലിയ പ്രസക്തിയുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ചില ആഗ്രഹങ്ങളെ, ചില സന്തോഷങ്ങളെ കടിഞ്ഞാണിട്ട് നോമ്പ് കാലത്ത് നമ്മൾ നിയന്ത്രിക്കുമ്പോൾ അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്കൊരു വലിയ ആധിപത്യം, വലിയൊരു ആത്മനിയന്ത്രണത്തിൻ്റെ വലിയ ഒരു ആത്മവിശ്വാസം അത് നാം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതാണ്. അതുകൊണ്ട് നോമ്പിൻ്റെ പ്രസക്തി അനുദിനം വർദ്ധിക്കുകയാണ്, കുറയുകയല്ല എന്ന് പ്രിയമുള്ളവർ ഈ തിരുവചനത്തിലൂടെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. രണ്ടാമത്, ഈ ഉപമയിൽ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി നൽകുന്ന നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു മൂലപാപം എന്നത് അത് അസൂയ എന്ന മൂലപാപമാണ്. അതുകൊണ്ടാണ് യജമാനൻ ചോദിക്കുക, ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിനാണ് അസൂയപ്പെടുന്നത്? പ്രിയമുള്ളവരെ, 11-ാം മണിക്കൂറിൽ വന്നവന് 1 ദനാറ് ആ യജമാനൻ നൽകിയല്ലോ, അതിനെ ഓർത്ത് സന്തോഷിക്കേണ്ടവരാണ് മറ്റുള്ളവർ. ഈ യജമാനൻ ഇത്ര നല്ലവനാണല്ലോ എന്ന് അംഗീകരിക്കേണ്ടവരാണ് അവർ. പക്ഷേ അതിൽ അവർക്ക് അസൂയയാണ് തോന്നുന്നത്.
പ്രിയമുള്ളവരെ, അസൂയ എന്ന മൂലഭാവം വളരെ ഗൗരവമേറിയ ഒരു മൂലഭാവമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മനുഷ്യരായ നമ്മുടെ ഉള്ളിൽ ഏറ്റവും അധികമായി കടന്നു വരുന്ന തിന്മയാണ് ഈ അസൂയ എന്ന മൂലഭാവം. പലപ്പോഴും നമ്മുടെ ജീവിതം സന്തോഷമില്ലാത്തതായി മാറുന്നതിൻ്റെ കാരണം എന്താ? നമുക്ക് ഭക്ഷിക്കാൻ ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിലോ, നമുക്ക് താമസിക്കാൻ ഭവനമില്ലാത്തതിൻ്റെ പേരിലോ, നമ്മുടെ അത്യാവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്തതിൻ്റെ പേരിലൊന്നുമല്ല. പലപ്പോഴും നമ്മുടെ അസ്വസ്ഥത മുഴുവൻ എനിക്കുള്ളതിനേക്കാൾ മറ്റുള്ളവന് കൂടുതൽ ഉണ്ടാകുന്നു, കൂടുതൽ ലഭിക്കുന്നു. ഇതാണ് നമ്മുടെ അസ്വസ്ഥതയ്ക്ക് കാരണം. ഇതിനെ അസൂയ എന്ന് പറയുക. ആബേലിനെ കുറിച്ച് കർത്താവ് വചനത്തിൽ വെളിപ്പെടുത്തി നൽകുന്നുണ്ട്. അവൻ്റെ സഹോദരൻ കായേന് ആബേലിനോട് കടുത്ത അമർഷം, അസൂയ തോന്നി. കാരണം എന്താണ്? തൻ്റെ ബലിയെ ദൈവം തിരസ്കരിച്ചപ്പോൾ സഹോദരൻ ആബേലിൻ്റെ ബലിവസ്തുക്കളെ ദൈവമായ കർത്താവ് കൈക്കൊണ്ടു. അസൂയ കൊണ്ടാണ് കായേൻ ആബേലിനെ കൊല്ലുന്നത്. ആദ്യത്തെ കൊലപാതകം, പ്രിയമുള്ളവരെ, മൂലപാപമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ അസൂയ എന്ന തിന്മയെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉന്മൂലനം ചെയ്യുന്നില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത ദുരിതമായി മാറും. അതുകൊണ്ട് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്ന അസൂയയെ ഉപവി കൊണ്ടാണ്, നന്മ പ്രവൃത്തികൾ കൊണ്ടാണ്, ഔദാര്യം കൊണ്ടാണ് നമ്മൾ കീഴ്പ്പെടുത്തേണ്ടത്. നമുക്കതിന് സാധിക്കണം. അപ്പോൾ ഈ ഉപമയിലൂടെ ദൈവമായ കർത്താവ് സ്വർഗരാജ്യത്തിലേക്കുള്ള വാതായനങ്ങൾ തുറന്നിട്ട് നമ്മെ ആ സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അതിനുള്ള വഴികളാണ് ദൈവമായ കർത്താവ് തുറന്നു നൽകുക. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാവുന്ന തടസ്സങ്ങളെയാണ് ദൈവമായ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന വിശ്വാസ ജീവിതത്തിൽ ഈ മൂലപാപങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള മൂലപാപങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ പുണ്യം കൊണ്ട് കീഴ്പ്പെടുത്തി നമ്മുടെ അനുദിന വിശ്വാസ ജീവിതത്തെ സ്വർഗോന്മുഖമാക്കാൻ, ദൈവരാജ്യത്തിന് യോഗ്യരായി തീരുവാൻ കർത്താവ് നമ്മെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. ദൈവമേ, ആ വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കർത്താവ് ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. നല്ല ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ജീവിതത്തെ ഓർത്തും കൃപകളെ ഓർത്തും ദാനങ്ങളെ ഓർത്തും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, പലപ്പോഴും ഞങ്ങൾ അനുദിന ജീവിതത്തിൽ അങ്ങേ സ്നേഹത്തോട്, അങ്ങേ നന്മയോട് ചേരാത്ത ഒരുപാട് തിന്മകൾ, കുറവുകൾ, ബലഹീനതകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന് അവിടുന്ന് അറിയുന്നല്ലോ. നല്ല ദൈവമേ, നിൻ്റെ കരുണയാലും കൃപയാലും ഞങ്ങളുടെ ഹൃദയത്തിലെ സകല പാപവാസനകളെയും നീക്കിക്കളഞ്ഞ് ദൈവസ്നേഹം കൊണ്ട്, നന്മ കൊണ്ട് നീ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ യേശുവെ, സ്വജീവൻ പോലും ഞങ്ങൾക്ക് വേണ്ടി പരിത്യജിച്ചവനാണ് അവിടുന്ന്. നല്ല ഈശോയെ, അവിടുത്തെ കുരിശിൻ്റെ ആത്മപരിത്യാഗത്തിൻ്റെ വഴികളിലൂടെ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ അങ്ങേ പിന്തുടരുവാനുള്ള കൃപ, അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവത്തിൻ്റെ എല്ലാ നന്മയുടെയും ഉറവിടം അവിടുന്നാണ് ഞങ്ങൾ അറിയുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളിലുള്ള എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ വിശുദ്ധീകരിച്ച് നന്മ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ ദൈവമാതാവെ, സ്വർഗത്തിലായിരുന്നു കൊണ്ട് അങ്ങേ മക്കളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്വർഗോന്മുഖമായ ഒരു ജീവിതം നയിക്കുന്നതിനായി അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം വഹിക്കണമേ. സ്വർഗത്തിലായിരിക്കുന്ന സകല വിശുദ്ധരെ, നിങ്ങൾ ഓരോരുത്തരും ഈ ലോക ജീവിതത്തിലായിരുന്നപ്പോൾ നിങ്ങൾ ആത്മപരിത്യാഗ വഴികളിലൂടെ സഞ്ചരിച്ചതുകൊണ്ടാണ് സ്വർഗത്തിലെത്തുവാൻ, ദൈവമഹത്വം പ്രാപിക്കുവാൻ ഇടവന്നത്. ഞങ്ങളും ഈ ആത്മപരിത്യാഗ വഴികളിലൂടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, ദൂതന്മാരെ ഞങ്ങളുടെ ജീവിത വഴികളിൽ എപ്പോഴും സംരക്ഷണമായി, സാന്നിധ്യമായി ഞങ്ങളോടൊപ്പമായിരുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ കാക്കുന്ന ദൂതന്മാരെ, സ്വർഗീയ സൈന്യങ്ങളെ ഞങ്ങളുടെ ജീവിത വഴികളെപ്പോഴും ദൈവത്തിൻ്റെ സംരക്ഷണത്താൽ, പരിപാലനത്താൽ നിറച്ച് അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
യാഗവേദിയിൽ സകലദാസര ഇവർ മാറിയിടാൻ ഈ യാഗം സമ്പൂർണ്ണമാകാൻ മനസ്സിൽ തവ സ്നേഹം ധാരയായി ചൊരിയണമേ. കാഴ്ചയേകാം ദൈവമേ, യാഗമാകാം മോദമായി. യാഗവേദിയിൽ സകലദാസര ഇവർ മാറിയിടാൻ ഈ യാഗവേദിയിൽ സകലദാസര ഇവർ മാറിയിടാൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകമെമ്പാടും ടി വി സ്ക്രീനിൻ്റെ മുമ്പിലായിരുന്ന വചനം കേട്ടും പ്രാർത്ഥിച്ചും ആയിരിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന് ഒരു മനമായി നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ സ്വർഗത്തിലെ നല്ല തമ്പുരാൻ്റെ പക്കലേക്ക് നമുക്ക് ഉയർത്താം. സ്വർഗം നമുക്കായി തുറക്കപ്പെടുന്ന അനുഗ്രഹ നിമിഷങ്ങളാണിത്. കത്തോലിക്കാ തിരുസഭയോടും തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ ലിയോ പാപ്പയോടും മെത്രാന്മാരോടും വൈദികരോടും വിശ്വാസികളോടും ചേർന്ന് ഒരു മനസ്സോടെ നമ്മുടെ പ്രാർത്ഥനകളെ, ജീവിത നിയോഗങ്ങളെല്ലാം ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ യുദ്ധങ്ങളിലും പീഡനങ്ങളിലൊക്കെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ പ്രിയ മക്കളെയും പ്രാർത്ഥനയിൽ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ അനന്തമായ കരുണയും കൃപയും ലോകം മുഴുവനിലെല്ലാ ജനകോടികളിലേക്കും ദൈവമേ വർഷിക്കണമേ എന്ന് ഈ ആശീർവാദ വേളയിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടിവിയുടെ ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനങ്ങൾക്ക്, പ്രാർത്ഥനകൾക്ക് യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളാണ് ഓരോ പ്രഭാതത്തിലും വലിയ അനുഗ്രഹമായി, അഭിഷേകമായി അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഈ ശുശ്രൂഷയെ ശക്തിപ്പെടുത്തുന്നത്. ഇനി തുടർന്നും നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും ചൊല്ലുന്ന ജപമാല പ്രാർത്ഥനകളിലും നൊവേനകളിലൊക്കെ ഈ ശുശ്രൂഷയെ ഓർക്കണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും മരിയും കൂടാരങ്ങളിൽ പ്രേക്ഷിത മക്കൾ രാവും പകലും നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾക്കായി പ്രാർത്ഥനയിലാണ്. നല്ലവനായ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ കരുതലും കരുണയും സ്നേഹമെല്ലാം നിങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളേവർക്കും നല്ലൊരു ദിനം നേരുന്നു. ആമേൻ.